എൻ്റെ പേര് വിജി. എൻ്റെ പാർലറിൻ്റെ പേര് ഗോൾഡൻ പേസ് എന്നാണ്. ഞാൻ ഇന്ന് 25 വർഷം തികയാണ് എൻ്റെ പാർലറിൻ്റെ. ഇന്ന് രാവിലെ 9:30 തിരുകുളത്തിൽ കയറുകയും ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും അതുപോലെ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മളെ കൂടെ സഹകരിച്ചത് പ്രവാസി മലയാളി വേൾഡ് കൗൺസിൽ അംഗങ്ങളായ അവരും നമ്മുടെ കൂടെ സഹകരിക്കുകയും എനിക്ക് വേണ്ട സപ്പോർട്ടുകൾ തരികയും ചെയ്തു. ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ആൾക്കാരും വ്യാപാരി ഏകോപന സമിതിയിലെ എല്ലാവരും, സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ്റെ എല്ലാ അംഗങ്ങളും എൻ്റെ കൂടെ സഹകരിച്ചു. എല്ലാവർക്കും എൻ്റെ പേരിലും ഗോൾഡൻ പേസ് ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ആയുർവേദ കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ഒരു സംവിധാനം. എൻ്റെ പേര് സിനി എന്നാണ്. എനിക്ക് ഒരു 15 വർഷത്തിനപ്പുറമായിട്ട് ടീച്ചറിനെ നന്നായിട്ട് അറിയും. ഞാനെൻ്റെ ഞാൻ പഠിക്കുന്നത് തന്നെ 18 വർഷമായി. ഒരു 3 വർഷം ഞാൻ എൻ്റെ നാട്ടിൽ വിഴിഞ്ഞു ഉണക്കുന്നുണ്ട്. അവിടെ ഞാനൊരു 3 വർഷം സലൂൺ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് വേണം, ഒന്ന് സിറ്റിയിലോട്ട് വന്ന് കുറച്ചും കൂടി ആധികാരികമായിട്ട് പഠിക്കണം എന്ന് കരുതിയപ്പോഴാണ് ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്ത് സ്റ്റെറ്റക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നപ്പോൾ അന്ന് വന്ന സുന്ദരിയായ ഞങ്ങളൊരു ടീച്ചറാണത്. ഇന്ന് സുന്ദരിയാണ്, പക്ഷെ പണ്ട് ഇങ്ങനെ അല്ല കേട്ടോ. ഞങ്ങൾ 10-15 സ്റ്റുഡൻസിന് ഒരു ബാച്ചിൽ സൺഡേ ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും സംസാര വിഷയമായിരുന്നു ടീച്ചർ. അപ്പോൾ ശരിക്കും ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഒളിപ്പിച്ച് വെക്കത്തില്ല ടീച്ചർ. അന്നും ഇന്നും എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന ടീച്ചറിനെയാണ്. നല്ല ഒരു സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ, അതിനപ്പുറം ഒരു സഹോദരി എന്നുള്ള രീതിയിൽ അന്ന് മുതൽ 15 വർഷങ്ങൾക്കപ്പുറം ഇന്ന് വരെയും ഞാൻ ടീച്ചറുമായിട്ടുള്ള ഒരു കുറച്ചും കൂടി ഭയങ്കര അത്രയും സ്നേഹത്തിൽ എനിക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത തരത്തിൽ, എന്ന് വെച്ചാൽ ഒരു സംഘടനയായിരുന്നാലും എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ ഞാൻ നമ്പർ എടുത്ത് ഞാൻ വിളിക്കാം എന്നുള്ള രീതിയിൽ എല്ലാ സപ്പോർട്ടും അന്നും ഇന്നും എനിക്ക് എൻ്റെ ടീച്ചർ തരുമായിരുന്നു. തിരുവനന്തപുരം കൗൺസിലർ ശ്രീമതി സുകന്യ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരമുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റിയതിൽ. എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. ആത്മാർത്ഥമായ വിശ്വാസവും ഉപഭോക്താക്കളുടെ വിശ്വാസം എല്ലാം നേടിയെടുത്തിട്ടാണ് ഈ 25 വർഷം ഇവർ പിന്നിട്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലർ ആകുമ്പോൾ നമ്മളൊന്ന് പേടിക്കേണ്ടതുണ്ടല്ലേ, ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണെന്നുള്ള അതെല്ലാം ടീച്ചറെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഏതായാലും ഇത്രയും ഈ 25 വർഷം ഉറച്ച വിശ്വാസത്തോടെ ഇത്രയും നല്ല ഇതായിട്ട് കൊണ്ടുപോയ ഈ ഗോൾഡൻ ഫേസ് ബ്യൂട്ടി പാർലറിന് ഒരുപാട് ആശംസകൾ നേരെയാണ്. ഇനിയും മുന്നോട്ട് ഇതുപോലെ പോട്ടെ എന്ന് ഞാൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കഠിനാധ്വാനം കൊണ്ട് അവരുടെ ഈ ജീവിത യാത്രകൾ ഒരുപാട് കഠിനങ്ങളായി. അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് 25 വർഷം തേക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ നാരി ശക്തിയുടെ ഒരു പ്രതീകമാണെന്ന് പറയുന്നത് യാതൊരു സംശയം. ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ മുഖമുദ്രയാണ് വിജി എന്ന് പറയുവാനും എല്ലാ സ്ത്രീകൾക്ക് ഒരു മുഖമുദ്രയോടുകൂടി നിങ്ങളുടെ ഒരു നാന്ദി കുറിക്കുന്ന ഒരു സ്ത്രീയായി മാറുന്നത് യാതൊരു സംശയം. എൻ്റെ പാർലറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒന്നുമില്ലാതാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് കയറിയത്. വളരെ സുനിൽ പറഞ്ഞതുപോലെ വളരെ കഷ്ടതയിൽ നിന്നുമാണ് ഞാൻ ഇന്ന് ഒന്നുമില്ലാതെ, അതായത് 5 സെൻറ്റ് വസ്തു വാങ്ങി, ഒരു വീട് വെച്ചു, കാറ് വാങ്ങി, ഇതെല്ലാം എൻ്റെ ഒന്നും അറിയാത്ത ഒരു സാധാ വീട്ടമ്മയായിരുന്നു ഞാൻ. സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത സാധാ വീട്ടമ്മ. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാണ് ഇവിടെ വരെ എത്തിയത്. അപ്പം എൻ്റെ കൂടെ നിന്ന് ഈ ഒരു പ്രവാസി മലയാളി വേൾഡ് സംഘടന എന്നോടൊപ്പം നിന്ന് സഹകരിച്ച്, അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട് തന്ന് എന്നെ ഇവിടം വരെ എത്തി. ഈ ഐഡിയ പറഞ്ഞ പ്രത്യേകിച്ച് സോണിച്ചേട്ടൻ എല്ലാം വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു.
ഞാനൊരു ലൈഫ് കോച്ചാണ്. സമൂഹത്തിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ കണ്ട് മതിയായ ഒരാളെന്ന നിലയിൽ എനിക്ക് കിട്ടിയ സന്തോഷം പകർന്നു നൽകുക, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ഒരു ലൈഫ് കോച്ച് ചെയ്യുക. പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോൾഡൻ ഫേസ് വിജി തിരുവനന്തപുരത്തെ സംരംഭകയാണ്, ഒരു ബ്യൂട്ടീഷ്യനാണ്. അവരുടെ പല അനുഭവങ്ങളിൽ നിന്നും അവരെ ഉയർത്തെഴുന്നേറ്റ ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് അതൊരു പ്രചോദനമാകട്ടെ, തകർന്നു പോകാതെ, തരിപ്പണമാകാതെ സമൂഹത്തിന് പ്രയോജനപ്രദമായ സർവീസുകൾ നൽകി ഒരു സംരംഭക ആവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ മറ്റു സ്ത്രീകൾക്കും ഇത് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ്. സങ്കടങ്ങളിൽ അടിപ്പെട്ട് പോകാതെ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉയർന്നു പൊങ്ങാൻ, പറക്കാൻ, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വളരാൻ എല്ലാവർക്കും സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ചില സ്ത്രീകളിൽ പെട്ട ഒരാൾ തന്നെയാണ് വിജിയുടെ ഗോൾഡൻ ഫേസ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിനടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലർ ഇന്ന് 25 വർഷം തികയാണ്. ആ ഒരു സിൽവർ ജൂബിലി ആഘോഷത്തിൽ പങ്കാളിയാകാൻ സാധിച്ച ഞങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകളും സ്നേഹവും വിജിക്ക്. ഇനിയും ഉയരട്ടെ, ഇനിയും ഒരുപാട് മേഖലകൾ മറ്റു മനുഷ്യർക്ക്. ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് കടന്നു വന്ന് സമൂഹത്തിൽ ഉയർന്ന നിലയിൽ വരണം, അതിനുവേണ്ടിയുള്ള സർക്കാരും മുന്നോട്ട് വന്ന് ഒരുപാട് സ്ത്രീകളെ സ്വയം തൊഴിൽ ചെയ്ത് ആരെ മുന്നിലും തലതാഴ്ത്തി നിൽക്കാതെ അവരുടെ കുടുംബത്തെയും അവരും സന്തോഷമായി നോക്കി നല്ല ഉയർന്ന നിലയിലെത്താൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് എനിക്ക് വേണ്ടി ഇന്നിപ്പം ആഘോഷിക്കുന്നത് 25ാം വാർഷികമാണ്. ഇനി അടുത്ത ഒരു 50 വർഷം കഴിയട്ടെ. അത് സമൂഹത്തിൽ ഒരുപാട് സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ, നമ്മളെ സഹോദരിമാർ വന്ന് പഠിക്കുക, നന്നായി പഠിപ്പിക്കുന്നുണ്ട്, അവർ നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. നല്ല സർവീസ് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഈ 25 വർഷം വരെ ആ ഫിനിഷ് പറ്റിയെ പോലെ വന്ന ആ ലേഡി ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് അവർ ഇന്ന് നമ്മൾ പ്രസംഗിച്ചപ്പോഴാണ് പറഞ്ഞത് വീട് പല നേട്ടങ്ങളും പല അച്ചീവ്മെന്റ്സും നേടാൻ പറ്റി എന്നുള്ളതാണ്. അത് നമുക്ക് പ്രചോദനമാണ് തീർച്ചയായിട്ടും. കാരണം ഞാൻ 25 വർഷമായി ഞാൻ ഈ ട്രിവാൻഡ്രമാണ് എൻ്റെ വീട്, എൻ്റെ പേര് പ്രകാരമാണ്. ഞാൻ ബഹുജന സാഹിത്യ അക്കാദമിയുടെ കേരള സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്ക് SK ഗ്ലോബൽ കലാസാഹിത്യ ഫിലിം അക്കാദമി ചെയർപേഴ്സണും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഇവരെ പോലുള്ള ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉന്നത നിലയിൽ എത്തണം. അതുപോലെ തന്നെ താഴെ നിലയിൽ വന്ന ഏതൊരു പാവപ്പെട്ട സ്ത്രീയും സ്വയം തൊഴിൽ കണ്ടെത്തി ആരുടെ മുന്നിലും തലതാഴ്ത്തി നിൽക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിജിക്ക് വീണ്ടും ആശംസകൾ.